ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു ഇത്തിരി ബിരിയാണിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് കിറ്റ് കിട്ടിയായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി അരി ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ബിരിയാണി അരിയുടെ ചോറാണ്. അത് നാറാൻ വേണ്ടി വെച്ചേക്കാം. അപ്പം ഞാൻ ഇന്നൊരു നോമ്പ് മുറിക്ക് എന്തെങ്കിലും വേണ്ട, അങ്ങനെ ഇച്ചിരി അതിട്ടൊരു സ്പെഷ്യൽ റൈസാട്ടോ. അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ ഇതാദ്യമൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത്. അതിന് വേണ്ടത് ചോറ് ഞാൻ വേവിച്ചിരുന്നത് തക്കാളി, ഒരു തക്കാളി കേട്ടോ, വലിയ തക്കാളി, ഇതൊരു പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, 2 പച്ചമുളക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സവാള ഉള്ളി ഒരെണ്ണം, ഒരു സവാള ഉള്ളി വലുതാണ്ടോ, ഒരു സവാള ഉള്ളി വാട്ടായിട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയും അതിൽ കിടക്കുന്ന തോന്നുന്നു അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ ഇത് നമ്മുടെ പട്ട, പിന്നെ ഒരു ഇലയുണ്ട്, നമ്മുടെ ബിരിയാണിക്കകത്തിടുന്ന ഇല. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇതിൽ മുറിച്ചിട്ടുണ്ട്, ഒരു മണത്തിന് വേണ്ടി കേട്ടോ. പിന്നെ അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. ആ ഇല കാണുന്നൊന്നുമില്ല, എവിടെ ഉണ്ട്, അത്ര ഞാൻ ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നെയ്യൊന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണയ്ക്കകത്ത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നേരത്തേക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതൊരു വിധം ആയേക്കും. നമുക്കിനി ഇതിനകത്ത് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടാറ്റോവും വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ, ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് 2 എഗ്ഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ട് 2 എഗ്ഗാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ചിക്കൻ മസാല കേട്ടോ. ഇതൊന്ന് നല്ല വേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ചാണ് വെച്ചതെന്ന് വെച്ചാൽ കരി എന്താന്ന് വെച്ചിട്ട് ഈ തക്കാളി, ഈ എന്താ പറയുക, ഈ ബിരിയാണിയുടെ ഇല വേണ്ട, ഇതുണ്ട് ഈ ഇല വേണ്ട. അപ്പം ഈ പൊട്ടാറ്റോവും ഈ പച്ചമുളകും ഈ പിന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് വെച്ച് കൊടുത്തിട്ട് കുറേ ഒന്ന് മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ ചെറിയ തീയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പം നമുക്ക് ഇച്ചിരി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്തായാലും ഒരുപാട് വേണ്ട, ഇത്രയും മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഇട്ട് കൊടുക്കാം, ചെറിയൊരു കളറിന് വേണ്ടി. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എളുപ്പത്തിന് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. ചോറ് ഞാൻ ഇച്ചിരി കുക്കറിൽ ഏറെ ഉണ്ടാക്കിയതാണ്. ഇത് ചോറാണ്, ബിരിയാണി അരിയാണ്. അതുണ്ടാക്കിയാൽ മാറ്റി വെച്ചത് കുറച്ച് നമുക്കെടുത്തിട്ട് ബാക്കി നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അവർക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ അവർ തിന്നോളും. അവരും വല്ലതൊക്കെ നോമ്പ് ആയിട്ട് കഴിക്കട്ടും. അങ്ങനെ നമ്മുടെ ഈ കിഴങ്ങും ഇതൊക്കെ ഒന്ന് നല്ലൊരു ഇതായി വരട്ടെ. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അങ്ങോട്ട് കൊടുക്കാം. വാടിക്കോളും. തക്കാളി ഒരെണ്ണം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിയുള്ളത് മാതിരി എടുക്കട്ടെ. ഞാൻ ഒരു മീഡിയം വലിപ്പത്തിനുള്ള തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു. ഇതൊന്ന് നല്ല വെന്തതിന് ശേഷം നമുക്ക് ഇതിലിടാൻ പറ്റത്തുള്ളൂ. ബാക്കി മുട്ട അതിനകത്തിട്ട് ചിക്കി എടുക്കുക. ഓക്കെ, ഞാനിനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കട്ടെ. അതൊന്ന് ആകുമ്പോഴത്തേക്ക് ഈ നമുക്ക് ലോ ഫ്ലെയിലിട്ട്, വലിയ ഹൈ ഫ്ലെയിലിട്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു കൂട്ടും.